നമസ്കാരം പ്രിയപ്പെട്ടവരെ, സാഹസികതയുടെ അതിരുകളിലേക്ക് നിങ്ങളെ എത്തിപ്പിക്കുന്ന, ഓരോ വളവിലും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡ് യാത്ര നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്കിൽ തയ്യാറായിരുന്നോളൂ, കാരണം ഇന്ന് നമ്മൾ അത്തരമൊരു യാത്ര തുടങ്ങുകയാണ്. ചരിത്രപ്രസിദ്ധമായ ഹിന്ദുസ്ഥാൻ ടിബറ്റ് ഹൈവേയിലൂടെ ഇൻഡോ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ചിത്കുൽ എന്ന അവസാനത്തെ ഗ്രാമം വരെയാണ് നമ്മുടെ യാത്ര. ഹിമാലയത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഈ വഴികളിലൂടെയുള്ള യാത്രയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ സിംലയിൽ നിന്നും 60 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നാർക്കണ്ട എന്ന കൊച്ചു ഹിമാലയൻ പട്ടണത്തിൽ നിന്നുമാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നാർക്കണ്ടയെ പറ്റിയുള്ള എൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നാർക്കണ്ടയിൽ നിന്നും ചിത്കുളിലേക്ക് 182 കിലോമീറ്റർ ദൂരമാണുള്ളത്. 15 മണിക്കൂറോളം സമയമെടുക്കും ഇത്രയും ദൂരം പിന്നിടാൻ. അതുകൊണ്ട് സാങ്കള എന്ന സ്ഥലത്ത് ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ചിത്കുളിലേക്ക് പോകുന്നത്. യാത്രയിൽ രാംപൂർ എന്ന ഹിമാലയൻ പട്ടണത്തെ പിന്നിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇൻഡോ ടിബറ്റൻ ഹൈവേയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ ഒന്നാണ് രാംപൂർ. വ്യാപാരത്തിനായി ടിബറ്റിൽ നിന്നും കാശ്മീരിൽ നിന്നും ലഡാക്കിൽ നിന്നുമൊക്കെ കച്ചവടക്കാർ ഇവിടെ എത്താറുണ്ടായിരുന്നു. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് ഡൽഹൌസി പ്രഭുവാണ് ഇൻഡോ ടിബറ്റൻ റോഡിന്റെ പണി ആരംഭിക്കുന്നത്. ടിബറ്റുമായുള്ള വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ റോഡ് വരുന്നതിന് മുമ്പ് ഉള്ള ചെറിയ വഴിയിൽ കൂടി പണ്ട് അടിമകളും കഴുതകളുമായിരുന്നു ഭാരം വഹിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അടിമകളുടെ ഈ അവസ്ഥയ്ക്കും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു ഡൽഹൌസി പ്രഭു ഈ റോഡ് വിഭാവനം ചെയ്തത്. ഇപ്പോൾ ഈ റോഡിന്റെ പേര് NH5 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു പ്രധാന വ്യാപാര മാർഗമായിരുന്ന ഈ റോഡ് പിന്നീട് തന്ത്രപ്രധാനമായ ഒരു പാതയായിട്ട് മാറി. കിന്നോർ താഴ്വരയിലേക്കുള്ള പ്രധാന കവാടമായും ഈ റോഡ് അറിയപ്പെടുന്നുണ്ട്. 1962 ഇൻഡോ ചൈന വാറിന് ശേഷമാണ് ഈ റോഡിന്റെ വീതി പിന്നെയും കൂട്ടിയത്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ട് ഈ ഇൻഡോ ടിബറ്റൻ ഹൈവേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും രുചിയുള്ള ആപ്പിൾ വർഗമായ കിന്നോർ ആപ്പിളുകൾ ഈ ഭാഗത്താണ് ഉണ്ടാകുന്നത്. സാമുവൽ ഇവാൻ സ്റ്റോക്സ് എന്ന അമേരിക്കൻ മിഷണറി ആയിരുന്നു ഹിമാചലിൽ ആപ്പിൾ കൃഷി കൊണ്ടുവന്നത്. പിന്നീട് ഹിന്ദുമതം സ്വീകരിച്ച ഇദ്ദേഹം സത്യാനന്ദ സ്റ്റോക്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഹിമാചൽ പ്രദേശിൽ ഇന്ന് കാണുന്ന സമൃദ്ധിയുടെ പ്രധാന കാരണങ്ങൾ ടൂറിസവും ആപ്പിൾ കൃഷിയുമാണ്. രാംപൂരിൽ നിന്നും സത്ലജ് നദി നമ്മുടെ കൂടെ ഒഴുകുന്നുണ്ട്. അതിന്റെ തീരം പറ്റിയാണ് നമ്മുടെ യാത്ര. ചില സ്ഥലങ്ങളിലൊക്കെ 1-1.5 കിലോമീറ്റർ താഴെയായിട്ടാണ് നദി ഒഴുകുന്നത്. വല്ലാതെ പേടി തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഹിമാലയത്തിലെ നിർമ്മിതികളിൽ ഒന്നായിരുന്നു ഈ ഹൈവേയുടെ നിർമ്മിതി. ചെങ്കുത്തായ ഹിമാലയൻ മലകളിലൂടെയുള്ള റോഡ് നിർമ്മാണം ഇപ്പോഴും വളരെ പ്രയാസമുള്ള ഒരു പണി തന്നെയാണ്. എല്ലാ മഴക്കാലത്തും മഞ്ഞുകാലത്തും മണ്ണിടിച്ചിൽ ഇവിടെ ഒരു സാധാരണ സംഭവം മാത്രമാണ്. മഴക്കാലവും മഞ്ഞുകാലവും അപകടങ്ങളുടെ സീസണാണെന്ന് കൂടി നമുക്ക് പറയാം. യാത്രക്കിടയിൽ ഞങ്ങളുടെ വഴി മുടക്കിക്കൊണ്ട് വലിയൊരു ആട്ടിൻകൂട്ടം അങ്ങനെ നീങ്ങുന്നുണ്ട്. ഏകദേശം 1000-1500 ആടുകൾ കാണും ഈ ഗ്രൂപ്പിൽ. സമതലങ്ങളിൽ ചൂട് കൂടിയതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ മേയിച്ചുകൊണ്ട് പോവുകയാണ് ആട്ടിടയന്മാർ. മഴക്കാലം കഴിഞ്ഞ് മുകളിലത്തെ പർവ്വതങ്ങളിലൊക്കെ മഞ്ഞ് മൂടുമ്പോൾ ഇവർ തീറ്റ തേടി പിന്നെയും താഴോട്ട് വരും. ആടുകളെ കടത്തിവിടാൻ വേണ്ടി വാഹനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന വേട്ടപ്പട്ടി ഞങ്ങൾക്ക് ഒരു കൗതുകമായിരുന്നു.
യാത്രയുടെ ഇടയ്ക്ക് നിച്ചാർ എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ചായ കുടിക്കാൻ ഞങ്ങൾ ഒരു കടയിൽ കയറി. ുള്ള വഴിയിലാണ് സാംഗ്ല വാലി. ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. ഇനിയൊരു ഓൾമോസ്റ്റ് 2 മണിക്കൂർ യാത്രകളുണ്ട്. ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുത്തായിരുന്നു ഒരു ചായ കുടിക്കാനൊക്കെ. ഉച്ച സമയമായി, കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ എന്താ ഈ ഫ്ലാഗ്സ് കണ്ടില്ലേ, ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുന്ന ഈ ഫ്ലാഗ്സ്, ഇതിലെല്ലാം ബുദ്ധമന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ മന്ത്രങ്ങൾ കാറ്റിൻ്റെ കൂടെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിക്കുമെന്നാണ് ടൂറിസ്റ്റുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തോരണങ്ങളും ഈ പതാകകളും ഒക്കെ കെട്ടിയേക്കുന്നത്. അതല്ല അന്തരീക്ഷത്തിൽ ലയിച്ചിട്ട് മറ്റുള്ളിലേക്ക് ഈ മന്ത്രങ്ങൾ എത്തും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ തോരണങ്ങൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ചായയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഊർമിള എന്ന സ്ത്രീയാണ് ഈ കട നടത്തുന്നത്. അവരാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും ഒക്കെ. ഊർമിളയുടെ ഓരോ കാതിലും 6 ചെറിയ റിങ്ങുകളും ഒരു വലിയ കമ്മലും ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു. നിച്ചാറിൽ നിന്നും സാംഗ്ല വാലിയിലേക്കുള്ള വഴി അതീവ സൗന്ദര്യമുള്ളതും അതുപോലെ നമ്മളെ പേടിപ്പെടുത്തുന്നതുമാണ്. ഇൻഡോ ടിബറ്റൻ ഹൈവേയിലെ ഹാഫ് ടണൽ എന്നറിയപ്പെടുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ചെങ്കുത്തായി നിൽക്കുന്ന മലയുടെ ഒരു വശം വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി മാത്രം വെട്ടിമാറ്റിയിരിക്കുന്നു. വഴിയിൽ പലയിടത്തും സത്ലജ് നദിയോട് വളരെ ചേർന്നാണ് ഞങ്ങളുടെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. തികച്ചും അപകടം പിടിച്ച വഴികൾ. ഹിമാലയത്തിലെ ഈ ഭാഗത്തെ പർവ്വതനിരകളൊക്കെ വളരെ ദുർബലമായതുകൊണ്ട് ഒരു യന്ത്രവും ഉപയോഗിക്കാതെ വെറും കൈകൾ കൊണ്ടാണ് ഈ തുരങ്കങ്ങളൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നത്. 1850 പണി തുടങ്ങിയ ഈ റോഡിന് ഇന്നത്തെ അവസ്ഥയിലെത്താൻ തന്നെ 1962 വരെ കാത്തിരിക്കേണ്ടി വന്നു. വളരെ ദുർബലമായ പർവ്വതനിരകളായതുകൊണ്ട് ഇപ്പോഴും ഈ ഭാഗത്തേക്ക് റോഡ് നിർമ്മിതി വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പോകുന്ന വഴിയിലൊക്കെ സത്ലജ് നദിയുടെയും ബാസ്പ നദിയുടെയും തീരത്ത് ധാരാളം ജലവൈദ്യുതി പ്രൊജക്റ്റുകളുണ്ട്. പ്രൈവറ്റ് കമ്പനികളാണ് ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സത്ലജ് നദി കടന്ന് സിംഗ്ല കാൽബ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നും ഇനി ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ കർച്ചം ജംഗ്ഷനിലെത്തും. കർച്ചത്തിൽ നിന്നും സാംഗ്ലയിലേക്കുള്ള റോഡ് തീരെ ഇണങ്ങിയതും അപകടം പിടിച്ചതുമാണെന്ന് കേട്ടിട്ടുണ്ട്. സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പ് കർച്ചം ജംഗ്ഷനിൽ ചെന്നിട്ടാകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു 40 മിനിറ്റത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ കർച്ചം എന്ന സ്ഥലത്തെത്തി. ഹിന്ദുസ്ഥാൻ ടിബറ്റ് ഹൈവേ വിട്ടിട്ട് ഇനി ഇടുങ്ങിയ കർച്ചം ചിറ്റ്കുൾ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. 300 കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഗാ പ്രൊജക്റ്റാണ് ബാസ്പ നദിയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ബാസ്പ നദിക്ക് കുറുകെയുള്ള പാലം ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ സാംഗ്ലയ്ക്കുള്ള വഴിയിൽ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തി പുറത്തിറങ്ങി. കർച്ചത്തിൽ വെച്ചാണ് സാംഗ്ലയിലേക്കും റിക്കോംപിയോങ്ങിലേക്കും പോകുന്ന വഴികൾ വേർപിരിയുന്നത്. ചിറ്റ്കുളിൽ പോയിട്ട് മടങ്ങി വരുന്ന ഒരു കൂട്ടം ബൈക്കേഴ്സ് ഞങ്ങളെ കടന്നുപോയി.
ക്രൂയിസ് ബൈക്ക് ഓടിക്കുന്നവരുടെ ഫേവറേറ്റ് ലൊക്കേഷനുകളിൽ ഒന്നാണ് ചിറ്റ്കുൾ. ബൈക്കേഴ്സ് അങ്ങനെ നിരനിരയായി ബാസ്പ നദി ക്രോസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നു. ബൈക്കുകളിൽ ഭൂരിഭാഗവും കർണാടകത്തിന്റെയും മഹാരാഷ്ട്രയുടെയും പഞ്ചാബിന്റെയും ഒക്കെ രജിസ്ട്രേഷനുള്ള വണ്ടികളാണ്. കർച്ചം ജംഗ്ഷനിൽ ഏതാണ്ട് അരമണിക്കൂർ സമയം ചെലവഴിച്ചിട്ട് ഞങ്ങൾ സാംഗ്ലയിലേക്കുള്ള വഴിയിലേക്ക് കയറി. കർച്ചത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് സാംഗ്ല വാലി. 20 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുക്കും. ഇതുവരെ വന്ന റോഡുകളിൽ നിന്നും സ്ഥിതി മാറി തീരെ വീതി കുറഞ്ഞ റോഡുകളിലൂടെയാണ് ഇനിയുള്ള യാത്ര. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ. റോഡിന്റെ ഒരു വശത്ത് കുന്തം പോലെ കൂർത്തു നിൽക്കുന്ന പർവ്വതങ്ങളും മറുവശത്ത് ബാസ്പ നദിയുമാണ്. അപകടങ്ങളൊക്കെ പതിവായ ഈ വഴിയിൽ ഒരു വണ്ടി കേടായാലോ ആക്സിഡന്റ് പറ്റിയാലോ മൊത്തം ട്രാഫിക്കും ബ്ലോക്ക് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കർച്ചം ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ സാംഗ്ലയിലെത്തി. സാംഗ്ലയിലെ നളന്ദ ഹോം സ്റ്റേയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റം കയറി വേണം ഈ ഹോം സ്റ്റേയിലെത്താൻ. ഞങ്ങളെ കാത്ത് വീട്ടുകാരൻ വാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. ഹോം സ്റ്റേയിലേക്കുള്ള വഴി തീരെ ഇടുങ്ങിയതാണ്. സൂക്ഷിച്ച് വണ്ടി എടുത്തില്ലെങ്കിൽ താഴെ കുഴിയിലേക്ക് പതിക്കും. ഗുഡ് മോർണിംഗ്. സാംഗ്ലയിൽ ഞങ്ങൾ താമസിക്കുന്ന നളന്ദ ഹോം സ്റ്റേ ആണ് ഇത്. ബാസ്പ നദിയുടെ തീരത്ത് നിന്ന് കുറച്ചു മാറി ആപ്പിൾ തോട്ടങ്ങളുടെ നടുവിലാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. ഹോം സ്റ്റേയുടെ മുറ്റത്തിരുന്ന് 2 പ്രായമുള്ള സ്ത്രീകൾ ആപ്രിക്കോട്ടിന്റെ എണ്ണ എടുക്കാൻ വേണ്ടി അതിന്റെ കവചം പൊട്ടിച്ചു കളയുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾക്ക് ചിറ്റ്കുളിലേക്ക് യാത്ര തിരിക്കണം. അതുകൊണ്ട് ഇവരോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. മഞ്ഞു മൂടിയ ഹിമാലയൻ പർവ്വതങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. സാംഗ്ലയിൽ നിന്നും ചിറ്റ്കുളിലേക്കുള്ള ദൂരം 23 കിലോമീറ്ററാണ്. ഇത്രയും ദൂരം കവർ ചെയ്യാൻ 1.5 മണിക്കൂർ സമയമെടുക്കും. അത്രയും ദുഷ്കരം പിടിച്ച വഴിയാണ് ഇത്. മഞ്ഞുകൊണ്ടും മഴ കൊണ്ടും പലയിടത്തും റോഡിന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ദുർഘടം പിടിച്ച ഈ വഴികളിലൂടെ ശരിക്കും ഡ്രൈവിംഗ് അറിയാവുന്നവർ മാത്രമേ സ്വന്തമായി വാഹനം ഓടിച്ച് വരാവൂ. ഇങ്ങനെയുള്ള ചെറിയ റോഡുകളിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. വാഹനത്തിന്റെ ടയറും റോഡിന്റെ അരികും തമ്മിൽ ചിലപ്പോൾ 2-3 ഇഞ്ചുകളുടെ ഗ്യാപ്പ് മാത്രമേ കാണുന്നുള്ളൂ. സ്വല്പം തെറ്റിയാൽ നേരെ താഴെ പുഴയിലേക്ക്. സാംഗ്ലയിൽ നിന്നും ചിറ്റ്കുളിലേക്കുള്ള വഴിയിൽ 15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് രക്ഷം എന്നൊരു ചെറിയ ഗ്രാമമുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ബാസ്പ നദിയുടെ തീരത്തേക്ക് നടന്നു.
ബാസ്പ നദിയുടെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം വന്നിട്ട് കാലം അധികമൊന്നുമായിട്ടില്ല. നദിയുടെ കുറുകെ കെട്ടിയിരിക്കുന്ന ഈ ഇരുമ്പ് കമ്പികളിൽ മരപ്പലകകൾ പാകി അതിലൂടെയായിരുന്നു പണ്ട് ഗ്രാമവാസികൾ ഈ നദി ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ലച്ചൻ ഗ്രാമത്തിന്റെ കുറച്ച് ചില കാഴ്ചകൾ മാത്രം ഞങ്ങൾ ക്യാമറ കണ്ണിൽ പകർത്തി. പ്രേർവയിൽ കറക്കുന്ന ഒരു മുത്തശ്ശി ഞാൻ എവിടത്തെയാണെന്നൊക്കെ ചോദിച്ചു. കേരളം എന്ന് പറഞ്ഞു. അത്ര മനസ്സിലായിട്ടില്ല. ചൂടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ചൂടാണ് എന്ന് പറഞ്ഞു. हमने किया है। हाँ हाँ പോകുന്ന വഴിയിൽ പലയിടത്തും ഐസ് ഉരുകി വരുന്ന വെള്ളം റോഡ് ക്രോസ് ചെയ്തിട്ട് ബാസ്പയിലോട്ട് വീഴുന്നുണ്ട്. ബാസ്പ നദിയുടെ താഴ്വാരങ്ങളിലൊക്കെ ആപ്പിൾ കൃഷിയും ആപ്രിക്കോട്ട് കൃഷിയുമൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ ദേവദാരു വൃക്ഷങ്ങളും പൈൻ വൃക്ഷങ്ങളും തല ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കുന്നുണ്ടായിരുന്നു, ഒരു സുഖയാത്ര നേരുന്നത് പോലെ. നമ്മളങ്ങനെ ചിറ്റ്കുളിനോട് അടുക്കാറായി എന്ന് അറിയിച്ചുകൊണ്ട് റോഡിന്റെ വശങ്ങളിൽ ഹോം സ്റ്റേസ് ഒക്കെ കണ്ടു തുടങ്ങി. ദേവദാരു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകളാണ് ഈ ഭാഗത്തുള്ളത്. മലകളെ മൊത്തം ദേവദാരു മരങ്ങൾ മൂടിയിരിക്കുന്നു. കുറച്ച് നിരപ്പായ സ്ഥലമാണ് ചിറ്റ്കുളിലേത്. ഒരു ഭാഗത്ത് ഭീമാകരമായ ഹിമാലയൻ പർവ്വതങ്ങൾ, മറുഭാഗത്ത് ബാസ്പ നദിയും, ഇടയ്ക്ക് ചിറ്റ്കുൾ എന്ന കൊച്ച് വില്ലേജും. റോഡിന്റെ വശത്തുള്ള പാടങ്ങളിൽ നല്ല കൃഷി നടക്കുന്നുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് ഇത് കൃഷി ഇറക്കുന്നതിന്റെ സമയമാണല്ലോ. തണുപ്പ് ആകുന്നതിന് മുമ്പ് ഈ കൃഷിയൊക്കെ അവർ വിളവെടുക്കും. നമ്മളങ്ങനെ ചിറ്റ്കുൾ എന്ന സുന്ദരമായ ഹിമാലയൻ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായിരിക്കുന്നു. ആയിരത്തിനോടടുത്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ചിറ്റ്കുൾ. ഏതാണ്ട് 70-80 വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ഹോട്ടൽസ് ആണ്. ചിറ്റ്കുൾ ഗ്രാമത്തിന്റെ 2 കിലോമീറ്ററിനപ്പുറം ITBPയുടെ ചെക്ക് പോസ്റ്റാണ്. ഇതിനപ്പുറം നമുക്ക് പോകാൻ കഴിയില്ല. ഞങ്ങളുടെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ചിറ്റ്കുൾ എന്ന ഹിമാലയൻ ഗ്രാമത്തിന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.